പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യയിൽ അധ്യാപികയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. ക്ലാസ് അധ്യാപിക അർജുനെ മാനസികമായി പീഡിപ്പിക്കാറുണ്ടെന്ന് കുടുംബവും സഹപാഠികളും ആരോപിച്ചു. സംഭവത്തിൽ അധ്യാപികയായ ആശയെയും പ്രധാനാധ്യാപികയെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. DDയുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്കൂൾ ചൊവ്വാഴ്ച വരെ അടച്ചു. കഴിഞ്ഞ ദിവസമാണ് പല്ലഞ്ചാത്തന്നൂർ സ്വദേശിയായ അർജുൻ വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. പിന്നാലെ അർജുൻ പഠിക്കുന്ന കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ആശയ്ക്കെതിരെ ഗുരുതര പരാതിയുമായി കുടുംബം രംഗത്തെത്തി. ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ അയച്ച മെസ്സേജിനെ തുടർന്ന് സൈബർ സെല്ലിൽ പരാതി നൽകുമെന്നും ജയിലിലിടുമെന്നും അധ്യാപിക ഭീഷണിപ്പെടുത്തിയതായി കുടുംബം ആരോപിച്ചു. കേസ് കൊടുക്കും, സൈബർ സെല്ലിൽ കേസ് കൊടുക്കും, നിന്നെ 1.5 വർഷം ജയിലിലിടും, അതെല്ലാം നിന്നെ 25,000 രൂപ ഫൈൻ അടപ്പിക്കും പറഞ്ഞു. ഇതെല്ലാം ഞങ്ങൾക്ക് കേട്ടറിവാണ്, കാരണം അവരുടെ സഹപാഠികൾ പറഞ്ഞുള്ള അറിവാണ്. അധ്യാപിക സൈബർ സെല്ലിൽ വിളിച്ചതോടെ അർജുൻ അസ്വസ്ഥനായിരുന്നുവെന്ന് സഹപാഠി. സൈബർ സെല്ലിൽ വിളിച്ചു, അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മുന്നിൽ എന്റെ ക്ലാസ് ഫോണിൽ വിളിച്ചു. അതിൽ ഒരു വർഷം തടവിലാവും, 50,000 25,000 രൂപ പിഴ കെട്ടേണ്ടി വരും പറഞ്ഞു. അതോടെ അവന്റെ മൈൻഡ് കഴിഞ്ഞു പോയി. അവൻ പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് അവൻ എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങിയത്, ഇങ്ങനെ ഞാൻ മരിക്കും. അമ്മാവൻ തല്ലിയതിനെ തുടർന്നാണ് അർജുൻ മരിച്ചതെന്ന് മറ്റൊരു കുട്ടിയോട് ആശ പറഞ്ഞതായും സഹപാഠിയുടെ ആരോപണം. ഇവിടെ പോയപ്പോ തിരിച്ചു വരാൻ നിൽക്കുമ്പോ ആശ ടീച്ചർ ഇത് ഞാൻ അവനെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ അവനെ വെറുതെ ചീത്ത പറഞ്ഞിട്ടുള്ളൂ, മാമനാണ് അവനെ തല്ലിയെ പറഞ്ഞിട്ട് പറയാൻ പറഞ്ഞു. ക്ലാസുകൾ ബഹിഷ്കരിച്ച വിദ്യാർത്ഥികൾ സ്കൂളിൽ പ്രതിഷേധിച്ചു. അതേസമയം അർജുന് മാനസിക സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നായിരുന്നു സ്കൂൾ അധികൃതരുടെ വാദം. എന്നാൽ പ്രതിഷേധത്തിനൊടുവിൽ ആശയെയും പ്രധാനാധ്യാപിക ലിസിയെയും സസ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ആശ എന്ന് പറയുന്ന ടീച്ചറെയും 2 ടീച്ചറെ മാറ്റി നിർത്തി. സസ്പെൻഡ് ഉണ്ട്. അതെ, 10 ദിവസത്തേക്ക് സസ്പെൻഡ്. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ട് തേടി. വകുപ്പ് തല അന്വേഷണം തുടരാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. കുടുംബത്തിന്റെ പരാതിയിൽ കുഴൽമന്ദം പോലീസും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മീഡിയ 1 പാലക്കാട്.